ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം സ്വർഗമുണ്ടോ എന്ന പലരുടെയും ഒരു ചോദ്യത്തെക്കുറിച്ച്, എന്നാൽ സ്വർഗത്തെക്കുറിച്ച് തിരുവചനം രേഖപ്പെടുത്തുന്ന പലവിധമാകുന്ന കാര്യങ്ങൾ നമുക്ക് ദൈവവചനാടിസ്ഥാനത്തിൽ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. വീണ്ടും സ്വർഗത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, സ്വർഗം അഥവാ അതിൻ്റെ ഒരു എബ്രായ വാക്കാണ് ഷാമായി എന്നുള്ളത്. അതേപോലെ അതിൻ്റെ ഗ്രീക്ക് വാക്ക് ഊറോനാസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കും കൂടെയാണ്. ആകാശത്തെയും സ്വർഗത്തെയും ഈ വാക്ക് കുറിക്കുന്നതാണ്. പൊതുവെയുള്ള ധാരണ അനുസരിച്ച് 3 സ്വർഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് 2 കൊരിന്ത്യ ലേഖനം 12 അതിന്റെ 2 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 1-ാം സ്വർഗം അന്തരീക്ഷ മണ്ഡലമാണ്. 2-ാം സ്വർഗം നക്ഷത്ര മണ്ഡലമാണ്. അത് ദൂതന്മാരുടെ നിവാസമായി കരുതപ്പെടുന്നു. 3-ാം സ്വർഗം ദൈവാദി വാസസ്ഥാനമായ സ്വർഗാദി സ്വർഗമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ദൈവം സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ശലോമോന്റെ പ്രാർത്ഥനയിലും 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6:18 അക്കാര്യം ഉദ്ധരിച്ചാണ് ശലോമോൻ പ്രാർത്ഥിക്കുന്നത്. എഫേസ്യ ലേഖനം 4:8 തൊട്ട് 10 വരെ കാണുന്ന ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ക്രിസ്തു പോയത് സ്വർഗാദി സ്വർഗത്തിലേക്കാണ് എന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ സ്വർഗത്തിൽ ഇരുത്തി എന്നും പറഞ്ഞിരിക്കുന്നു. കൂടാതെ സ്വർഗത്തിൽ നിന്നാണ് ജഡധർമ്മത്തിനു വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു ഇറങ്ങി വന്നത് എന്നതും ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:13-31, അതേപോലെ 6-ാം അധ്യായത്തിന്റെ 38, 42 തുടങ്ങിയ വാക്യങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. സ്വർഗാരോഹണത്തിൽ ക്രിസ്തു ആകാശമേഘങ്ങളിലൂടെ കടന്നു പോകുകയും ചെയ്തു എന്ന് എബ്രായ ലേഖനം 4:14 കൂടാതെ താൻ സ്വർഗത്തെക്കാൾ ഉന്നതനാകുകയും ചെയ്തു എന്ന് എബ്രായ ലേഖനം 7:26 തുടർന്ന് അവിടെ നിന്ന് സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു എന്ന് എബ്രായ ലേഖനം 8:1 1 പത്രോസിന്റെ ലേഖനം 3:21 പറഞ്ഞിരിക്കുന്നതും നമുക്ക് വ്യക്തത നൽകുന്നതാണ്. കൂടാതെ താൻ ആ സ്വർഗത്തിൽ അല്ലെങ്കിൽ മഹിമാതനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്ന് പറയുമ്പോൾ നമ്മെയും കർത്താവ് അവിടേക്കാണ് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ളതായ ആ വിലയേറിയ വാഗ്ദത്തം നാം അതൊന്ന് ചിന്തിക്കുമ്പോൾ എത്രയോ വലുതാണ്. താൻ ഇരിക്കുന്ന ആ സ്ഥാനത്ത് തന്നെ, അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിൽ ക്രിസ്തു ആകാശമേഘങ്ങളിലൂടെ കടന്നു പോകുകയും കൂടാതെ താന് ആ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്ന് നാം കാണുന്നത് പോലെ അവിടേക്ക് നമ്മെയും കൊണ്ട് തന്നോടൊപ്പം ഇരുത്തുന്നതാകുന്ന ആ അനുഭവം ലോകത്തിൽ ഒരു നേതാവും തന്നോടൊപ്പം ആരെയും ഇരുത്താറില്ല. എന്നാൽ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ തന്നോടൊപ്പം തന്റെ മക്കളെ ഇരുത്തുന്ന ആ ശ്രേഷ്ഠമേറിയ പദവി എത്ര വലുതാണ് എന്ന് പ്രിയമുള്ളവരെ നാം മറന്നു പോകരുത്. ആയതുകൊണ്ട്
ഈ ലോകത്തിലെ താൽക്കാലികമാകുന്ന ചില ആ സുഖങ്ങള് അല്ലെങ്കിൽ വാസം ഇതൊന്നുമല്ല ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ. ആ നിത്യ സ്വർഗം അഥവാ കർത്താവിനോട് ഒരുമിച്ച് നാം വസിക്കുന്ന ആ അനുഭവം, ആ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നമുക്ക് വീണ്ടും പ്രത്യാശയോടെ നടന്നു നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നിന്നും പിതാവാം ദൈവം ഭൂമിയിലേക്കൊന്നു നോക്കി, നീതിമാനാരേലും ഉണ്ടോ ഇല്ല, നല്ലവരാരെയും കണ്ടതില്ല. സ്വർഗത്തിൽ നിന്നും പിതാവാം ദൈവം ഭൂമിയിലേക്കൊന്നു നോക്കി, നീതിമാനാരേലും ഉണ്ടോ ഇല്ല, നല്ലവരാരെയും കണ്ടതില്ല. നീതിമാനാരേലും ഉണ്ടോ ഇല്ല, നല്ലവരാരെയും കണ്ടതില്ല. മാന്യ നടനത്താൽ മധുരവാക്ക് ഉള്ളറിഞ്ഞാലോ ശവക്കുഴിയ, പാട്ടു കേട്ടാൽ ഭക്തനാം ദാസൻ, പേരു കേട്ടാൽ പദവികളേറെ. പ്രാർത്ഥനയോ പരിഭവമോടെ പരീശനെ പോൽ പ്രാർത്ഥിക്കുന്നു, ഏതു നേരവും പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്നും പിതാവാം ദൈവം ഭൂമിയിലേക്കൊന്നു നോക്കി, നീതിമാനാരേലും ഉണ്ടോ ഇല്ല, നല്ലവരാരെയും കണ്ടതില്ല.